തേരെ ഇഷ്ക് മേൻ ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് ധനുഷും കൃതി സനോണും മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടവർക്കൊക്കെ അതിൻ്റെ ഒരു മൂഡ് മനസ്സിലായി കാണും. പ്രോപ്പർ ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ്. ഒരു വാറിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പറയുന്ന ക്യാമ്പസും വാറും ഒക്കെ ഉണ്ട്. കോളേജ് പശ്ചാത്തലവും യുദ്ധക്കളവും ഒക്കെ ഉണ്ട്. അത് പല കാലഘട്ടങ്ങളിലൂടെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ പല ഗെറ്റപ്പുകളും ഉണ്ട്, ധനുഷിന് പ്രത്യേകിച്ചും. അപ്പം ഇത് ആനന്ദൽ റായുടെ ഒരു ഫോർമുലയും ആ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നതിൻ്റെ ട്രെയിലർ കണ്ടാലേ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനതിൻ്റെ ഭയങ്കര വലിയൊരു ഫാനൊന്നും അല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ധനുഷൊക്കെ അവരോട് കാണണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തമ്മിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് എൻ്റെ റിവ്യൂ അല്ല, ഇതൊരു ജനറൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നതാണ്. ഞാൻ ഇതിനെപ്പറ്റി ഇന്ന് സിനിമ റിലീസായി ഞാൻ കേട്ട ഒപ്പീനിയൻ പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ് ഡബ്ബാണ് ഇവിടെ എൻ്റെ അടുത്തുള്ള കേന്ദ്രങ്ങളിലൊക്കെ റിലീസായിട്ട് ഉള്ളത്. തമിഴ് ഡബ്ബ്. ഇത് പ്രോപ്പർ ഹിന്ദിയിൽ മെയ്ഡ് ചെയ്ത സിനിമയാണ്, ബൈലിംഗ്വൽ അല്ല. ഹിന്ദിയിൽ ചെയ്തിട്ട് സാധാ രീതിയിൽ ഡബ്ബ് ചെയ്തതാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടാൽ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല തമിഴ് ഡബ്ബിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്കങ്ങനെ പോയി ചുമ്മാ കണ്ട് അങ്ങോട്ട് ചുമ്മാ ഒരു സിനിമ അങ്ങോട്ട് വെറുക്കാൻ വയ്യ. സപ്പോസ് നല്ലതാണോ മോശമാണോ എന്താണെങ്കിൽ പോലും തമിഴ് ഡബ്ബ് അതും നല്ലതാണെങ്കിൽ പിന്നെയും പൊട്ടെന്ന് വെക്കാം. പക്ഷേ ഇത് ഹിന്ദി മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത ദിവസങ്ങളിൽ വരും എന്ന് കരുതി കാണാത്തതാണ്. പക്ഷേ അത് അവരുടെ സൈഡിലെ മിസ്റ്റേക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും ഹിന്ദി ആയിരുന്നു മെയിനായിട്ട് ചാർട്ട് ചെയ്യേണ്ടത്. ഹിന്ദി സബ് ടൈറ്റിൽ വെച്ച് ആഡ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ധനുഷ് മാത്രമുണ്ട് തമിഴ് ഫാക്ടർ എന്ന് പറയാനാണ് അങ്ങനെ കാര്യമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 50 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഇത്രയും ഡ്യൂറേഷനിൽ ഒരുപാട് വലിപ്പിച്ച്, എന്നാൽ ഈ വലിപ്പിക്കുന്നതിനൊക്കെ കുറച്ച് പേ ഓഫ് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, നല്ല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ക്യാമ്പസിലെ കുറച്ച് ഏരിയ, അതുപോലെ തന്നെ ക്ലൈമാക്സിൻ്റെ ഒരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു 1.5 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ വലിപ്പിച്ചാൽ ഈ അരമണിക്കൂറിൽ അതിൻ്റെ ഒരു എന്തിനാണ് വലിപ്പിച്ചെന്നുള്ള സാധനം കിട്ടും. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ 1 മണിക്കൂർ വലിപ്പിച്ചാൽ അവസാനത്തെ ഒരു അരമണിക്കൂറിൽ അതിൻ്റെ ഒരു കിക്ക് കിട്ടും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കഥ പറച്ചിൽ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ, ഒരു സ്ലോ പേസ്, അങ്ങനത്തെ ഒരു പരിപാടി ഓക്കെ ആണെങ്കിൽ ഇത് കണ്ടു നോക്കൂ. അല്ലാത്തവർക്ക് ഇത് ഭയങ്കര മടുപ്പാവാൻ ചാൻസ് ഉണ്ട്. കാരണം 2 മണിക്കൂർ 50 മിനിറ്റാണ് ഡ്യൂറേഷൻ. പുതുമയുള്ള കഥയൊന്നും അല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് ട്രെയിലർ കണ്ടാലേ ഊഹിക്കാം പുതുമയുള്ള കഥയല്ലെന്ന്. എന്നാൽ സ്ക്രിപ്റ്റിലും അങ്ങനെ വലിയ പുതുമകളൊന്നും ഇല്ല. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലൊരു എലമെൻ്റ് ഉണ്ട്, പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആ എലമെൻറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് വെച്ചായിരിക്കും സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് പോകുന്നതെന്ന് കരുതും. എന്നാൽ അതൊരു 10-20 മിനിറ്റുള്ളിൽ തന്നെ അത് സോൾവ് ആകും. പിന്നെ ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ് വരെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉള്ള ഒരു സിനിമയാണ് ഇത്. ഉറപ്പായിട്ടും ഹിന്ദി റൊമാൻസ് മൂവി ഓഡിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും, ബോളിവുഡ് ആ ഒരു പരിപാടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. അല്ലാതെ നമ്മൾ ഈ മലയാള സിനിമ അല്ലെങ്കിൽ തമിഴിൻ്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മൂഡല്ല. ഇപ്പോൾ ധനുഷ് ഉണ്ടെന്ന് കരുതി അങ്ങനെയല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് റിവ്യൂ. അപ്പോൾ ഒരു സിംഗിൾ വേർഡിൽ പറയുകയാണെങ്കിൽ പല റിവ്യൂസ് പല സ്ഥലത്തായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഒറ്റതേ പറയാനുള്ളൂ. ഒരു എബോവ് ആവറേജ് സിനിമ, ഒരു 5-ൽ 3 അല്ലെങ്കിൽ 2.75 ഒക്കെ മാക്സിമം റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നൊരു പടമാണിത്. 3 കൂട്ടിക്കോ. അപ്പോൾ അങ്ങനത്തെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ആ ഒരു റേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. ഹിന്ദി ഡബ് ഉടനെ വരുവാണെങ്കിൽ, ഈ ചൂടാറുന്നതിന് മുൻപ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടിട്ട് എൻ്റേതായ റിവ്യൂ ഞാൻ പറയാം. ഒരു കാര്യം സംബന്ധിച്ച് കൊടുക്കാതിരിക്കാൻ വയ്യ, ധനുഷിൻ്റെ ഹിന്ദിയിലെ മാർക്കറ്റ്. പുള്ളിക്ക് തമിഴിൽ ഇത്രയും പടം ചെയ്തിട്ട് മാർക്കറ്റില്ല ഒട്ടും തന്നെ. ഉണ്ട്, ഞാൻ എങ്കിലും പറഞ്ഞാൽ പുള്ളിയുടെ കോമ്പറ്റീറ്റേഴ്സോട്ട് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കില്ല. പക്ഷേ തെലുങ്കിൽ കുബേര വന്നിട്ട് അടിച്ച അമ്മാതിരി തൂക്കമായിരുന്നു. വാത്തിയും അതുപോലെ തന്നെ, രണ്ടും തെലുങ്കായിരുന്നു മെയിനായിട്ട് വന്ന പടം. അതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദിയിൽ മാരക തൂക്ക് 20 കോടിക്കടുത്തെന്തോ ഉണ്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ. നോർത്തിൽ നിന്ന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഈ പടത്തിന്. അപ്പോൾ അത് സമ്മതിക്കണം. അപ്പം ഏതായാലും ഞാനിപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ വരുവാണെങ്കിൽ, ഹിന്ദി ഡബ് വരുവാണെങ്കിൽ പോയി കാണും. നിങ്ങളിത് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണെന്നുള്ളത് പറയൂ. ഞാനിങ്ങനെ പല സ്ഥലത്തു നിന്നും, ഇപ്പോൾ ട്വിറ്റർ, യൂട്യൂബ് കമൻസ്, ഇൻസ്റ്റാ കമൻസ്, യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ പല സ്ഥലത്തു നിന്നും ഉള്ളൊരു ജനറൽ ഒപ്പീനിയൻ എനിക്ക് മനസ്സിലായതിൽ കോമൺ ആയിട്ട് പറഞ്ഞ പോയിൻറ്റ്സ്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ചേർത്ത് ശേഖരിച്ച് പറഞ്ഞൊരു എൻ്റെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ മാത്രമാണിത്.